63ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ സ്വർണ്ണക്കിരീടം തൃശൂരിന്. കാൽനൂറ്റാണ്ടിന് ശേഷമാണ് കലാകിരീടം തൃശൂരിലെത്തുന്നത്. പാലക്കാടിനാണ് രണ്ടാം സ്ഥാനം, കണ്ണൂർ മൂന്നാമതാണ്. പാലക്കാട് ഗുരുകുലം HSS ആണ് സ്കൂൾ വിഭാഗത്തിൽ ചാമ്പ്യന്മാർ. 63ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ 1008 പോയിന്റുകൾ നേടിയാണ് തൃശൂർ സ്വർണ്ണക്കപ്പ് ഉയർത്തിയത്. ആദ്യാവസാനം തുടർന്ന ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിനൊടുവിലാണ് സ്വർണ്ണക്കപ്പിൽ തൃശൂർ ജില്ല മുത്തമിട്ടത്. കഴിഞ്ഞ 2 വർഷങ്ങളിൽ ചാമ്പ്യന്മാരായിരുന്ന പാലക്കാടിനെയും കണ്ണൂരിനെയും 2-3 സ്ഥാനത്തേക്ക് പിന്തള്ളിയാണ് തൃശൂർ കലാകിരീടം ചൂടിയത്. രണ്ടാമതുള്ള പാലക്കാടിന് 1007 പോയിന്റ് ലഭിച്ചു. 1003 പോയിന്റ് നേടി കണ്ണൂർ 3ാം സ്ഥാനത്തെത്തി. കോഴിക്കോട്, എറണാകുളം, മലപ്പുറം ജില്ലകളാണ് തൊട്ടുപിന്നിലുള്ള ജില്ലകൾ. ആതിഥേയരായ തിരുവനന്തപുരം 957 പോയിന്റുമായി 8ാം സ്ഥാനക്കാരായി. സ്കൂളുകളിൽ പാലക്കാട് ജില്ലയിലെ ആലത്തൂർ BSS ഗുരുകുലം ഹയർ സെക്കൻഡറി സ്കൂൾ 171 പോയിന്റുമായി ഒന്നാമതും, തിരുവനന്തപുരം വഴുതക്കാട് കാർമൽ ഹയർ സെക്കൻഡറി സ്കൂൾ 116 പോയിന്റുമായി 2ാം സ്ഥാനത്തുമെത്തി. 106 പോയിന്റുമായി മാനന്തവാടി MGM ഹയർ സെക്കൻഡറി സ്കൂളാണ് മൂന്നാമത്. സമാപന സമ്മേളനം പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഉദ്ഘാടനം ചെയ്തു. കാര്യമായ പരാതികളോ പ്രതിഷേധങ്ങളോ ഇല്ലാതെ സമയക്രമം പാലിച്ച് കലോത്സവം നടത്തിയതിന് വിദ്യാഭ്യാസ മന്ത്രി അടക്കമുള്ള സംഘാടകരെ പ്രതിപക്ഷ നേതാവ് അഭിനന്ദിച്ചു. ഈ യുവജനോത്സവം പരാതികളില്ലാതെ ഭംഗിയായി തീർക്കാൻ കഴിഞ്ഞതിന് ഞാൻ ബഹുമാന്യനായ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ശ്രീ ശിവൻകുട്ടിയെയും വിദ്യാഭ്യാസ വകുപ്പിനെയും അധ്യാപക സംഘടനകളെയും ഇതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ച മുഴുവൻ പേരെയും പ്രത്യേകമായി അഭിനന്ദിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഞാൻ ഇടയ്ക്ക് വിദ്യാഭ്യാസ മന്ത്രിയെ വിളിക്കും. അപ്പോൾ എന്നോട് പറഞ്ഞു, എനിക്ക് ഭയങ്കര ടെൻഷനാണെന്ന് പറയും. ഒരു പരിപാടി ഏറ്റവും നന്നായി നടത്തുന്നു എന്നതിൻ്റെ ഏറ്റവും വലിയ പ്രതീകമാണ് മുഖ്യ സംഘാടകന് ടെൻഷൻ ഉണ്ടാകുന്ന ഉറങ്ങാൻ പറ്റുന്നില്ല എന്ന്. സമാപന ചടങ്ങിൽ വിദ്യാർത്ഥികൾക്ക് ആവേശമായി നടന്മാരായ ആസിഫ് അലിയും ടൊവിനോ തോമസും അതിഥികളായെത്തി. പ്രതിപക്ഷ നേതാവ് മന്ത്രിമാരായ V ശിവൻകുട്ടി, K രാജൻ, ടൊവിനോ തോമസ്, ആസിഫ് അലി എന്നിവർ ചേർന്നാണ് തൃശൂരിന് സ്വർണ്ണക്കപ്പ് സമ്മാനിച്ചത്. സ്വർണ്ണക്കപ്പ് രൂപകൽപ്പന ചെയ്ത ചിറയൻകീഴ് ശ്രീകണ്ഠൻ നായരെയും 2 പതിറ്റാണ്ടായി കലോത്സവ പാചകത്തിന് നേതൃത്വം നൽകുന്ന പഴയിടം മോഹനൻ നമ്പൂതിരിയെയും ചടങ്ങിൽ ആദരിച്ചു. ന്യൂസ് ഡെസ്ക്, കണ്ണൂർ വിഷൻ.